ഒരു പെർഫ്യൂമർ എപ്രകാരമാണോ ഇത് മനസ്സിൽ കണ്ട് നിർമ്മിച്ചത്, അദ്ദേഹം മനസ്സിൽ കണ്ട രീതിയിലുള്ള മണം പുറത്തു വരണമെങ്കിൽ ഏകദേശം 2 മാസമായി ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിയിട്ട്. പലതവണ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയി. വേറെയും കുറെ പെർഫ്യൂംസ് വാങ്ങേണ്ട ആവശ്യമുള്ളത് കൊണ്ടും റിവ്യൂ ചെയ്യേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടും എനിക്കിത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് വരെ ഞാൻ ഈ പെർഫ്യൂം ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ല. എനിക്കിതിന്റെ മണവും അറിയില്ല. ആകെ അറിയാവുന്നത് ഇതിന്റെ കുറച്ച് നോട്ട്സും ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം സിമിലർ സ്മെല്ല് വരുന്ന മറ്റു പെർഫ്യൂമുകളെ കുറിച്ച് മാത്രമേ എനിക്ക് അറിവുള്ളൂ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഒരിക്കലും പോലും സ്നിഫ് ചെയ്തിട്ടില്ല. ബ്ലൈൻഡ് ആയിട്ട് വാങ്ങിയ ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ പെർഫ്യൂംസ് ഡേ മാർലിയുടെ ആ ഒരു ലൈനപ്പിൽ നിങ്ങൾക്കറിയാം, ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഒരു നീഷ് ബ്രാൻഡാണ്. അവരുടെ ഏറ്റവും എന്താ പറയാ ടോപ്പ് 5 വരുന്ന ഒരു പെർഫ്യൂം തന്നെയാണ്. ടോപ്പ് 5 വരുന്ന ഒരു പെർഫ്യൂം തന്നെയാണ് ഓജാൻ ഓടെ പെർഫ്യൂം. ഈ ഒരു പെർഫ്യൂം ഏകദേശം 10-12 കൊല്ലമായി റിലീസ് ചെയ്തിട്ട് 2013 ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. ഒരു സ്പൈസി ഹണി, ടൊബാക്കോ, സിനമൺ ഇത്തരം നോട്ടുകളാണ് ഇതിന്റെ ഒരു ടോപ്പ് നോട്ടുകൾ വരുന്നത്. ഈ ഒരു DNA വരുന്ന ഒരു പെർഫ്യൂമാണ്. ഒരു ഹണി, സ്വീറ്റ്, അല്പം ലക്ഷറീസ് ആയിട്ടുള്ള അല്ലൂറിംഗ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടോപ്പ് നോട്ടിൽ പറയുന്നത് ആംബർ, വാം, സ്പൈസി, വാനില, സിനമൺ, ഹണി, സ്വീറ്റ്, ഫ്ലോറൽ, ബാൽസമിക്, പൗഡറി, മസ്കി, ഇത്രയൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാനിത് ഫ്രാഗ്രൻറ്റിക്കിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു പെർഫ്യൂം കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷെയർ എന്നൊരു പെർഫ്യൂമുമായിട്ട് വളരെയേറെ സാമ്യമുള്ളതായി ഞാൻ കണ്ടു. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും വർക്കൗട്ട് ആകാത്ത ഒരു പെർഫ്യൂമാണ് കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷെയർ. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് ആ ഒരു പെർഫ്യൂം എന്റെ അഭിപ്രായത്തിൽ. കാരണം വളരെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ല്, ടയർ കരിഞ്ഞൊരു സ്മെല്ലും പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ്നെസ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. പല യൂട്യൂബേഴ്സ് ഹൈപ്പ് കൊടുത്ത് ഊതി പെരിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അതിനേക്കാൾ എത്ര ബെറ്റർ ആണ് ലത്തഫ കമ്ര ആദ്യകാലത്ത് ഇറങ്ങിയത്. ഇപ്പോൾ അത് വാട്ടർ ഡൗൺ ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ കമ്ര ശരിക്കും പറഞ്ഞാൽ കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷെയറിന്റെ ക്ലോണായിട്ടാണ് ഇറങ്ങിയതെങ്കിലും പക്ഷേ ഇത് ട്രൈ ചെയ്യുമ്പോൾ കമ്രയാണ് ഒറിജിനൽ എന്നും കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷെയർ കമ്രയുടെ ക്ലോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ജ്യൂസാണ് കമ്ര. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷെയർ ട്രൈ ചെയ്തിട്ട് എനിക്ക് അധികം ഉപയോഗിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് സിന്തറ്റിക് ആയിട്ടാണ് തോന്നിയത്. വെറും ടയർ കരിഞ്ഞ സ്മെല്ലും കൃത്രിമം നിറഞ്ഞ ഒരു മണവും ഒക്കെ ആയിട്ട് ഒട്ടും വർക്കൗട്ടായില്ല. അതിന് ഈ പറയുന്ന രീതിയിലുള്ള ഭയങ്കരമായ പെർഫോമൻസും തോന്നിയില്ല. ആദ്യം അടിക്കുന്ന നേരത്തേക്കുള്ള മണം പിന്നീട് അങ്ങ് ഫേഡായി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അത് വിന്റർ സമയത്ത് ഞാൻ യൂസ് ചെയ്തത്. അപ്പൊ ആ ഒരു DNA ആണ് ആ ഒരു പെർഫ്യൂമിന് ഈ ഒരു ഓജാനുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ആവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ടോപ്പ് നോട്ട് പറയാം. ടോപ്പ് നോട്ട് സിനമൺ, ഹണി, ഒസ്മാന്തസ്, സിനമണും ഹണിയും ലവ്ലി കോംബോ. മിഡിൽ നോട്ട്സിൽ വരുമ്പോൾ ബെൻസോയിൻ, ആംബർഗ്രീസ്, ലാബ്ഡനം, ആർട്ടിമീസിയ. ബേസ് നോട്ടിൽ വാനില, ടോങ്കാബീൻ, മസ്ക്, പച്ചൂളി. ഇത്രയാണ്. ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഈ സിനമൺ ഹണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏതായിരുന്നു? മോണ്ടാലെ ഹണി യൂത്ത്. യെസ്, മോണ്ടാലെ ഹണി യൂത്ത് ഞാൻ ട്രൈ ചെയ്തതിൽ വളരെ നാച്ചുറലായിട്ട് തോന്നിയ ഹണിയും പട്ടയും ചേർന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണത്. സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും കിട്ടിയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതേ കോംബോയാണ് ഇതിലും വരുന്നത്. നോക്കട്ടെ, എന്തായാലും ട്രൈ ചെയ്യാം. അപ്പൊ ആദ്യം ബോക്സ് ഓജാന്റെ ഒരു ടിപ്പിക്കൽ ബോക്സ് തന്നെയാണ്. താഴെ ബാച്ച് കോഡ് അവിടെ സൈഡിലായിരിക്കും. ഞാൻ കാണിക്കാം, അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം ബാച്ച് കോഡ്. പിറകില് എഴുത്തുകുത്തും കാര്യങ്ങളും, സൈഡ് ഇങ്ങനെ, വേറെ ഒന്നുമില്ല. കട്ടിയുള്ള ബോക്സ്. വെറുതെ വലിച്ചിട്ട് പറയണ്ടല്ലോ, ഞാൻ പൊട്ടിക്കാൻ എന്തായാലും. $125 ആണ്. 125 വരുന്നത്. 75 ഉണ്ടെന്ന് തോന്നുന്നു. തൊടുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിൽ തൊടുന്ന പോലെ, ഒരു വെൽവെറ്റ് സിൽക്കി അതുപോലെ. പൊട്ടിച്ചോ. ഇതിന്റെ ആദ്യകാല ബാച്ച് ഒരു ഗോൾഡൻ കളറിലായിരുന്നു. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓജാൻ ക്യാപ്പ് ബോട്ടിലിനേക്കാൾ ഭാരം ക്യാപ്പിലാണ്. പലത്തവണ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ പെർഫ്യൂംസ് ഡേ മാർലിയുടെ ലോഗോ കാണാം.
1743. ഇത്രയാണ് ബോട്ടിലിനെ കുറിച്ച് പറയാൻ. നമ്മുടെ സെയിം ബോട്ടിൽ തന്നെ, പ്രത്യേകിച്ച് കളർ വ്യത്യാസം മാത്രമേ ഉണ്ടെന്നേ ഉള്ളൂ. നല്ല ഒരു ബ്ലാക്ക് കളർ. BDMന്റെ ബോട്ടിലിനെ കുറിച്ചോ അവരുടെ ക്വാളിറ്റിയെ കുറിച്ചോ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാനിത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്. ഞാനിത് ഇന്ന് ഒന്ന് പുറത്ത് പോയിട്ട് നോക്കും എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നു, ലോങ്ജിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പിന്നീട് പറയാം. ഓപ്പണിങ്ങിൽ കിലിൻ ഏഞ്ചൽസ് ആൻഡ് ഷെയറിന്റെ ഓപ്പണിങ്ങിൽ ചെറുതായിട്ട് ആ ഒരു മണം വരുന്നുണ്ട്. ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ, പട്ടയുടെ ഏറ്റവും നാച്ചുറൽ രൂപം, തേനും അതുപോലെ തന്നെ, ഒപ്പം ഒരു മിഡിൽ ഈസ്റ്റേൺ ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്പൈസി സ്മെല്ലും. എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് ക്രിസ്മസ് ഫീലാണ് വന്നത്. ടൈം ട്രാവൽ ചെയ്ത് ഡിസംബർ മാസത്തിലെത്തിയതുപോലെ പുൽക്കൂടും പിന്നെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസിന്റെ ആ ദിവസങ്ങൾ കത്തിക്കുന്ന ബൾബുകളും കാരൾ സംഘവും പപ്പാനിയും അതുപോലെ തന്നെ പ്ലം കേക്കും വൈനും, ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തിയത്. ഏകദേശം ക്രിസ്മസ് ഫീൽ. ഇപ്പൊ എനിക്കൊന്ന് നോസ് ബ്ലൈൻഡ് ആയി. അപ്പം എനിക്ക് കിട്ടിയ മണം വെച്ച് ഹണി, സിനമൺ, ഈ പറഞ്ഞ പോലെ സ്പൈസി സ്മെല്ലാണ് വരുന്നത്. ഇനി ഇത് ഒന്ന് സെറ്റ് ആവണം. എന്തൊക്കെയാണ് ഇനി പുറത്ത് വരുന്ന നോട്ട്? മിഡിൽ നോട്ടിലും ബേസ് നോട്ടിലാണ് ഒരു പെർഫ്യൂമിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തുടക്കത്തെ ആ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പറയാം. ഷർട്ടിലും അതുപോലെ തന്നെ ബോഡിയിലും അടിച്ചിട്ട് വ്യക്തമാക്കി അടുത്ത തവണ പറയാം. പിന്നെ ചിലരെങ്കിലും പറയുന്നുണ്ട് ഈ പെർഫ്യൂംസിന്റെ മാർലി ഇവർ ഒരു കോപ്പി പെർഫ്യൂംസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഡിസൈനർ പെർഫ്യൂംസിന്റെ DNA വെച്ച് കോപ്പി അടിച്ചിറക്കുന്നതാണെന്നാണ് പലരും പറയുന്നത്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാനും അതിന് യോജിക്കുന്നു. കാരണം അങ്ങനെ തന്നെയാണ് ഇവര്. പക്ഷേ ഇവർ കോപ്പി അടിച്ചാലും അവർ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ ക്വാളിറ്റി ഉള്ളതായിരിക്കും, നീറ്റായിട്ട് ചെയ്യും. ഒരിക്കലും അതൊരു കോപ്പി ഒറിജിനലിനേക്കാൾ വലിയ രീതിയിൽ ഇവർ മേക്ക് ചെയ്യും. അതായത് ഇൻസ്പയർഡ്, ഇപ്പം ഡിസൈനർ പെർഫ്യൂമിനെ കണ്ടിട്ടാണല്ലോ ഇവർ ഇറക്കുന്നത്, പക്ഷെ ആ ഡിസൈനർ പെർഫ്യൂമിനെ കവച്ചു വെക്കുന്ന രീതിയിലായിരിക്കും ഇവർ ഇറക്കുക. അതുകൊണ്ട് ഒരു കുറ്റം പറയാനൊന്നുമില്ല. ഇവരുടെ ഏത് ഈ പെർഫ്യൂംസിന്റെ മാരുടെ ലൈനപ്പിൽ വരുന്ന ഏത് പെർഫ്യൂം എടുത്താലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. അതെനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇനീഷ്യൽ ഇംപ്രഷൻ എനിക്ക് പറയാനുള്ളത്. ഞാനൊന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. എത്ര സ്പ്രേ അടിക്കണമെന്നൊക്കെ ഞാൻ പറയാം. ഇത് മാസറേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്നാണ് ചിലരെങ്കിലും പറയുന്നത്. ഞാനും ഏറെക്കുറെ അതിനോട് യോജിക്കുന്നു. പലരും പറയുന്നുണ്ട് പുതിയ ബാച്ച് അല്പം ഒരു മാസറേഷൻ ചെയ്യാൻ വെക്കണം എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞില്ല. ഞാൻ ട്രൈ ചെയ്തു, പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, പുറത്ത് പോയി. അതിനുശേഷം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പറയാനുള്ളത്. എത്ര നേരം ലോങ്ജിവിറ്റി ഉണ്ടായി, പ്രൊജക്ഷൻ കിട്ടുന്നത് ട്രൈ ചെയ്തതിനു ശേഷമുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. സ്പ്രെയർ പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു സ്പ്രെയറാണ്. ട്രൈ ചെയ്തപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സിനമൺ ആണെങ്കിലും ഹണി ആണെങ്കിലും ഈ ഓസ്മാന്തസ് പോലുള്ള നോട്ട്, ബെൻസോയിൻ, ആംബ്രഗ്രീസ്, ലാബ്ഡനം ചേർത്തിരിക്കുന്ന എല്ലാ നോട്ടുകളും ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പെർഫ്യൂമിന് വേണ്ടി ചേർത്തതിനേക്കാൾ ഉപരി എന്തോ ഒരു കൂട്ട്, ഒരു ഔഷധ കൂട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഓയിൽ എന്നതിനപ്പുറം ഈ പറഞ്ഞ വസ്തുക്കൾ അതെല്ലാം ചേർത്ത് വെച്ചതുപോലെ, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ വരുന്ന മണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു ആർട്ട് വർക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ഒരു ആർട്ട്. അതേസമയം ലേട്ടൺ അങ്ങനെയല്ല, നമുക്കൊരു പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു, ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഇത് ഇഷ്ടപ്പെടില്ല എന്നല്ല, ഇത് കുറച്ചും കൂടി എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. എന്നാൽ ഇത് ഒരു ആർട്ട് വർക്ക്, ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ വാങ്ങി വെക്കുക. ഇത് പെർഫ്യൂം മണം ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ പെർഫ്യൂം കളക്ഷൻ ഒരു ഹോബി ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ വിലയേറിയ നീഷ് പെർഫ്യൂംസ് കളക്ട് ചെയ്യണം എന്നൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന പോലെ കരുതുന്നവർക്ക് ഓജാൻ വർത്താണ്. ഓക്കെ, ഇനി നോട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയത് ഞാൻ പറഞ്ഞ പോലെ ഈ സിനമണും ഹണിയും ഈ നടുക്കുള്ള ബെൻസോയിൻ, ആംബർഗ്രീസ്, പിന്നെ ടോങ്ക, വാനില, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് പട്ടയുടെ മണവും ഈ റോ ഹണി ആയിട്ടുള്ള മണവും, പിന്നെ ഒരുതരം സ്പൈസി സ്മെൽ. അത് എന്ത് സ്പൈസിനെസ് ആണെന്ന് എനിക്കറിയില്ല.
പിന്നെ അതുപോലെ തന്നെ ലെതറിന്റെ നോട്ട് തോന്നി, ഒരു 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 മസ്കുലിൻ ലെതർ ടൈപ്പ്. കുറെ സ്പൈസസ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് അമുവാഷ് ഇന്റർലൂഡിൽ കിട്ടുന്ന പോലെയുള്ള ഒരു തരം ഹാർഡായിട്ടുള്ള സ്പൈസി സ്മെൽ. ബുൾഗാരി മാനിൻ ബ്ലാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? ബുൾഗാരി മാനിൻ ബ്ലാക്ക് ട്രൈ ചെയ്യുമ്പോൾ ഓപ്പണിങ്ങിൽ ഒരു ബൂസി, ഒരു വിസ്കിയുടെ മണവും ഒപ്പം കുറെ സ്പൈസസും ചേരുന്ന വരുന്ന ഒരു മണം. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ആ ഒരു മണം ഉണ്ടാവും ബുൾഗാരി മാനിൻ ബ്ലാക്ക്. ആ ഒരു ടോപ്പ് നോട്ടിൽ ആ ഒരു 15 മിനിറ്റ് ഉണ്ടാവുന്ന ഒരു സ്പൈസി ബൂസി അല്പം കിക്ക് തരുന്ന നോട്ടുകളൊക്കെ ചേർത്തിട്ടാണ് ഇതിലും മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ സിനമൺ, ഹണി പ്ലസ് കുറെ സ്പൈസി, പിന്നെ ലെതറിന്റെ കുറെ നോട്ടുകളും. ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ഈ ഒരു 15 മിനിറ്റ് കഴിയുമ്പോണ്ടല്ലോ ഈ മണം മാറിയിട്ട് ഈ വാനില ടോങ്ക സ്പൈസിനെസ് വരും. വാനില ടോങ്ക ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്രീമി സ്പൈസി നോട്ടായിട്ട് അത് രൂപാന്തരപ്പെടും. എനിക്ക് ആദ്യത്തെ 15 മിനിറ്റ് കുറെ കൂടി ഇഷ്ടപ്പെട്ടു. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഭാഗം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു നടുക്കുള്ളൊരു ഭാഗം. ഡ്രൈ ഡൗണും നല്ലതാണ്. ഇനി എനിക്ക് വേറൊരു കാര്യം പറയാം, ഇത് കുറച്ചും കൂടെ വേവാനുണ്ട്. അതായത് ഒന്ന് മാസറേഷൻ പ്രോസസ്സിലൂടെ കുറച്ചും കൂടെ കടന്നു പോകാനുണ്ട്. ചില പെർഫ്യൂം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പെർഫ്യൂമിൽ എനിക്ക് അങ്ങനെ തോന്നി. ഓൾറെഡി ഇത് സ്ട്രോങ് ആണ് എങ്കിലും ഒരു പെർഫ്യൂമർ എപ്രകാരമാണോ ഇത് മനസ്സിൽ കണ്ട് നിർമ്മിച്ചത്, അദ്ദേഹം മനസ്സിൽ കണ്ട രീതിയിലുള്ള മണം പുറത്തു വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമെങ്കിലും ഇത് മാസറേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മെച്ചൂർ ആവണം. ഇത് വെച്ച ഉടനെ കഴിക്കാനുള്ളതല്ല. ഇരുന്ന് പിറ്റേ ദിവസം എന്ന് പറഞ്ഞ പോലെ ഇത് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കേണ്ടത്. ഇത് കുറെ കൂടി കുറുകാനുണ്ട്, കുറെ കൂടി മൂക്കാനുണ്ട്, ഉടനെ ഭക്ഷിക്കാനുള്ളതല്ല. അപ്പൊ കുറെ കൂടി വേവാനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഒരു 5-6 തവണ ട്രൈ ചെയ്തിട്ട് നിങ്ങളിത് മാസറേഷൻ ചെയ്യാൻ വെക്കണം. ഓൾറെഡി സ്ട്രോങ് ആണ്. കുറെ കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇരുന്ന് ഒന്ന് എന്താ പറയാ, ഒരു കുഴമ്പ് പരുവത്തിലാവും. അപ്പൊ ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് കുറെ കൂടി എന്താ പറയാ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. ഇതിലിപ്പോ തന്നെ കുറെ സ്പൈസി നോട്ടുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഈ പറഞ്ഞ ലെതറും സ്പൈസിനൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു അരോമയുണ്ടത്. കൂടുതലും സ്പൈസി, സിനമൺ, ഹണി നോട്ട്. അപ്പൊ ഇത്രയാണ് നോട്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യം, ഈ ഒരു കാലാവസ്ഥയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത്. ഇതിന്റെ ലോങ്ജിവിറ്റി ഞാൻ പറഞ്ഞില്ലേ, മാസറേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകണം. എങ്കിലും 7-8 മണിക്കൂറാണ് നിലവിൽ ഇതിന്റെ ഒരു ലോങ്ജിവിറ്റി ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നോസ് ബ്ലൈൻഡ് ആയി. ഞാൻ റിവ്യൂ ചെയ്യാൻ നിന്ന സമയത്താണ് ജസ്റ്റ് അടിച്ചത്. താഴെ ചെന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു ഇവിടെ മുഴുവനും ഈ ഒരു നീ ഇപ്പോൾ റിവ്യൂ ചെയ്ത പെർഫ്യൂമിന്റെ മണമാണ്. പക്ഷെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയതുകൊണ്ടാണ് നോസ് ബ്ലൈൻഡ് ആവുന്നത്. അപ്പോൾ പെട്ടെന്ന് നോസ് ബ്ലൈൻഡ് ആയി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. ആദ്യത്തെ ഒരു 4 മണിക്കൂർ വരെ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ മണമുണ്ട്, അപ്പോഴും ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്, കോംപ്ലിമെന്റും കിട്ടും. അപ്പോൾ പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയുടെയും കാര്യത്തിൽ ഒരു സംശയമില്ല. ബീസ്റ്റാണ്, ഓൾറെഡി ബീസ്റ്റാണ്. കുറെ കൂടി കഴിയുമ്പോൾ അൾട്രാ ബീസ്റ്റ് ആയിട്ട് മാറും. ഇനി ഇത് എപ്പോൾ ഉപയോഗിക്കണം? തണുപ്പ് സമയം, രാത്രി. ഇതല്ലാതെ ബാക്കി പകലോ ഉച്ചയ്ക്കോ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ഓഫീസിലും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് സ്ട്രോങ് ആണ്, സ്പൈസി ആണ്. അപ്പൊ തണുപ്പ്, രാത്രി. ഇതാര് വാങ്ങണം? ഇതിൽ ഏതാണ് ബെറ്റർ? ഏത് ബെറ്റർ എന്ന് വെച്ചാൽ രണ്ടും എനിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു പെർഫ്യൂം എന്ന ലെവലിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു ആർട്ട് വർക്ക് എന്ന പോലെ. പെർഫ്യൂമിൽ തന്നെ മണം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിനെ എന്താ പറയാ, അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവരില്ലേ, അത്തരക്കാർ വേണം ഇത് വാങ്ങാൻ. അല്ലാതെ ചാടി കയറി റിവ്യൂ കണ്ടു എന്നാൽ പിന്നെ വാങ്ങാം അങ്ങനെ ധരിക്കരുത്. ഇത് ബ്ലൈൻഡ് ആയിട്ട് വാങ്ങാനുള്ളതേ അല്ല. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ വേണം ഇതിനെ മനസ്സിലാക്കാൻ. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇതിന്റെ DNA കുറെ കൂടി എന്താ പറയാ, കുറെ കൂടി നമുക്ക് കിട്ടിയിട്ടുള്ളത് പോലെ തോന്നുന്നു. ലേട്ടൻ ഓജാൻ അങ്ങനെയല്ല. ഓജാൻ അതൊരു ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ മൊണാലിസയുടെ ഒക്കെ ഒരു ആർട്ട് വർക്ക് പോലുള്ള ഒരു സാധനമാണ്. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് കുറച്ച് മെച്യൂർ ആയിട്ടുള്ളവർക്ക് വേണം യൂസ് ചെയ്യാൻ. ലൈഫ് സെറ്റിലായി, അത്യാവശ്യം വരുമാനമുണ്ട്, നല്ല വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. ഇച്ചിരി ഒരു
കമാൻഡിങ് പവർ ഉള്ളത്, കുറച്ചും കൂടി സ്ട്രോങ് ക്യാരക്ടർ ഉള്ളവർ വേണം ഓജാൻ വാങ്ങാൻ. ഒരു യോയോ ടൈപ്പ് അല്ലെങ്കിൽ വളരെ സില്ലി ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളവർ, കറക്കം, യാത്ര, അതല്ല, കുറച്ചും കൂടി പക്വത ഇല്ലാത്തവർക്ക് ഒരിക്കലും എനിക്ക് ഈ ഒരു പെർഫ്യൂം, കാരണം ഈ ഒരു പെർഫ്യൂമിന്റെ ക്വാളിറ്റിയും മണവും അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെയല്ല. ഇത് പിന്നെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കും, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലേട്ടൺ മേക്ക് ചെയ്തിരിക്കുന്നത്. ലേട്ടൺ എക്സ്ക്ലൂസീവ് ആണ്. ലേട്ടൺ എക്സ്ക്ലൂസീവ് എടുക്കണം എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം ലേട്ടൺ എടുക്കുക. എക്സ്ക്ലൂസീവ് കുറച്ചും കൂടി സ്ട്രോങ് ആണ്, അല്പം ഒരു ചെറിയൊരു ഊതിൻ്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ലേട്ടൺ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ലേട്ടൺ എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾ ആദ്യം ഏത് വാങ്ങണമെന്ന് ചോദിച്ചാൽ ലേട്ടൺ എടുക്കുക. ഇത് കുറേ കൂടി കളക്ഷനൊക്കെ ആയി നിങ്ങൾ ഇനി ഒരു വലിയ രീതിയിൽ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓജാൻ എടുക്കുക. ഞാനും പറഞ്ഞതുപോലെ മാസറേഷൻ എന്നുള്ള പ്രോസസ്സ് നിർബന്ധമായും നിങ്ങളത് ഈ പെർഫ്യൂം വാങ്ങുമ്പോൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക് യു സോ മച്ച്.